മാർക്സിൽ നിന്ന് വിവേകാനന്ദനിലേക്ക് എന്ന് നമുക്ക് വിളിക്കാം. മാറ്റം പാടില്ല എന്ന് CPM-ന്റെ തലതൊട്ടപ്പനായ കാരൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. പൊതുവെ നമ്മുടെ കേരളത്തിലെ രണ്ട് മുന്നണി നമ്മുടെ ജനങ്ങളെ ചതിക്കുകയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. BJP-യിലേക്ക് വന്നതിൽ തെറ്റായി പോയോ എന്ന് തോന്നും എന്നുള്ളൊരു പേടിയുണ്ടോ? ഇന്ത്യയെ ലോകത്തിന് നെറുകിൽ എത്തിക്കാനുള്ള നരേന്ദ്രമോദിജിയുടെ ഗവൺമെൻറ് നടത്തുന്ന ശ്രമങ്ങൾ ഇന്ന് വേൾഡിൽ നിങ്ങൾക്ക് അവിടെ പോയാലറിയാം. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാരനൊരു അന്തസ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ്. റെജി ലൂക്കോസിനെ ന്യായീകരിച്ച് മടുത്തിട്ടാണ് റെജി ലൂക്കോസ് BJP-യിലേക്ക് എത്തിയത് എന്നാണ്. നരേന്ദ്രമോദിജിയെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു അപൂർവ അവസരം കിട്ടിയ ആളാണ്. ഗുജറാത്തിൽ കലാപം ഉണ്ടാക്കി, വംശീയ കലാപം ഉണ്ടാക്കി, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞൊരു നെഗറ്റീവ് ഇമേജ് അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്തു. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു മോഡി വളരെ പ്ലസൻ്റായിട്ട് നമുക്ക് അട്രാക്റ്റീവായ രീതിയിലാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ട്, അങ്ങ് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. പെട്ടെന്നുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയാണ് റെജി ലൂക്കോസ് BJP-യിലേക്ക് എത്തുന്നത്. നമ്മളാണ് നമ്മളെക്കുറിച്ച് ആദ്യം ചിന്തിക്കേണ്ടത്, ശരിയോ തെറ്റുള്ളത്. നമ്മൾ കേരളത്തിൻ്റെ 4 ചുവരിനുള്ളിൽ നിന്ന് മാത്രം നമ്മൾ ലോകത്തെ കാണുന്നത്. അവരെല്ലാവരും പറഞ്ഞു റൈറ്റ് ഡിസിഷൻ ഇൻ ദ റൈറ്റ് ടൈം എന്ന് പറഞ്ഞു. നമസ്തേ, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് BJP-യിലേക്ക് എത്തിയ ശ്രീ റെജി ലൂക്കോസ് ആണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇനി നമസ്കാരം പറയണോ അതോ നമസ്തേ പറയണോ? നമസ്കാരം നമസ്തേ എന്തും അക്സെപ്റ്റബിൾ ആണ്. നമസ്തേ ആയിക്കോട്ടെ. നമസ്തേ. എന്താണ് ഈ മാർക്സിൽ നിന്ന് വിവേകാനന്ദനിലേക്ക് എന്ന് നമുക്ക് വിളിക്കാം, ഈ ഒരു മാറ്റത്തിന് പിന്നിലുള്ള പ്രധാന കാരണം? അല്ല, അങ്ങനെ ഒരു മാറ്റം പാടില്ല എന്ന് CPM-ന്റെ തലതൊട്ടപ്പനായ കാരൽ മാർക്സ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് മാറ്റമില്ലാത്ത മാറ്റത്തിന് മാത്രമേ ഉള്ളൂ, ആ വേർഡിന് മാത്രമേ ഉള്ളൂ. ബാക്കി എന്തും ലോകത്തിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ എക്സ്പീരിയൻസിലൂടെ വരുന്ന ആശയങ്ങളും ഒക്കെ നമ്മളിൽ മാറ്റങ്ങളുണ്ടാവും. ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൻ്റെ ഫോർമേഷനിൽ മാറ്റം ഉണ്ടാവും. നമ്മളൊരു ടീനേജർ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല അതിന് മുമ്പ് ചിന്തിക്കുന്നത്. ടീനേജറിൻ്റെ താഴെയുള്ള ചൈൽഡ്ഹുഡിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല പിന്നെ റിയലൈസേഷനിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ വന്ന് നമ്മളെവിടെയും ലൊക്കേറ്റ് ചെയ്യും. അത് ശരിയെന്നുള്ള പാത നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ നമുക്ക് മാറാനുള്ള എല്ലാ അവകാശവും ഈ രാജ്യം തരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം വിനിയോഗിച്ച് നമുക്ക് ശരിയെന്ന് പറയുന്ന രീതിയിലേക്ക് പോയി. അതുകൊണ്ട് എത്ര വർഷക്കാലം മറ്റൊരു പാർട്ടി പ്രവർത്തിച്ചെന്നുള്ളത് ഒരു ചോദ്യമല്ല. നമുക്ക് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ട അനിവാര്യതയായിട്ട് തോന്നി. ചില കാര്യങ്ങളിൽ നമുക്ക് നെഗറ്റീവ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ പൊളിറ്റിക്സിൽ ഒരു മാറ്റം അനിവാര്യമാണെന്നുള്ള ഘട്ടം വന്നു. പിന്നെ ഈ യാത്രകൾ അധികം ചെയ്യുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് ഫീൽ ചെയ്യും. അതിന് കാരണം നമ്മൾ കേരളത്തിൻ്റെ 4 ചുവരിനുള്ളിൽ നിന്ന് മാത്രം നമ്മൾ ലോകത്തെ കാണുന്നത്. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്, ഒരുപക്ഷെ അറിയാമായിരിക്കും. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഈ രാജ്യത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് വന്നിരിക്കുന്ന ഗ്രോത്ത് ഒരു കഴിഞ്ഞ 10-15 വർഷമായിട്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദിജിയുടെ കീഴിലുള്ള ഗ്രോത്ത് വിസിബിളാണ്. നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത് കഥകളിലൂടെ മാധ്യമങ്ങളിലൂടെ വിവരിച്ചു തരേണ്ട കാര്യങ്ങളല്ല, നമ്മുടെ കൺമുമ്പിൽ കണ്ട ചേഞ്ച് ഭയങ്കരമാണ്. അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ അതിനൊപ്പം സഞ്ചരിക്കാൻ കേരളം പ്രാപ്തമാകാത്ത എന്തുകൊണ്ടാണ്? കേരളത്തിനെ അടിമകളാക്കി വെച്ചുകൊണ്ട് രണ്ട് മുന്നണികൾ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ മാറി ചിന്തിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടത് ജെൻസി അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ വേറിട്ട് ചിന്തിക്കുക. കാരണം അവർ ഒരു ഗ്ലോബൽ വില്ലേജിലാണ് ജീവിക്കുന്നത്. വിരൽത്തുമ്പിൽ അവർക്ക് ലോകം ഇതാണ്. അപ്പോൾ അവരിപ്പോൾ ചോദിച്ചു തുടങ്ങി എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഒരിക്കലും ഭാവിയെക്കുറിച്ച് ചിന്തിക്കാത്ത ചില ആളുകൾക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ട ഒരു അടിമ ലൈഫിലേക്ക് എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ ജനങ്ങൾ മാറുന്നത്? ഒന്നുമില്ല LDF അല്ല UDF. അപ്പോൾ അതിൽ നിന്നും മാറി നാളുകളിലെ കേരളത്തിലെ യൂത്തിന് ഇവിടെ ജീവിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണ്. അതില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ് വിദേശത്തേക്ക് പോകുന്നത്. ഞാൻ പല രാജ്യങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. സ്റ്റുഡൻസ് പാർട്ട് ടൈം ജോലിയായിട്ട് ചെയ്യുന്ന ആൾ. ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ പോലും പാർട്ട് ടൈം ജോലി ചെയ്തിരുന്ന മലയാളികളുണ്ട് US-ൽ. അവിടെ മുതലൊക്കെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. പക്ഷെ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന ഈ നേരത്തെ പറഞ്ഞ ഈ മാർക്സിൻ ആശയം വായനകളിലൂടെയൊക്കെ നമ്മൾ പകർന്നു തന്നത്, അതിനെ നമ്മളിൽ അട്രാക്റ്റ് ചെയ്ത 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് സമത്വം, 2 ഒരു സെക്യുലറിസം, 3ാമത് പിന്നെ തൊഴിൽ അവസരങ്ങളല്ല, തൊഴിൽ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഇതൊക്കെ നേടിത്തന്ന സാഹചര്യങ്ങൾ. അതൊക്കെ ഓക്കെ. അതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഗ്രോത്ത് ഉണ്ടാകുന്നത് പ്രൊഡക്ഷൻ ഉണ്ടാകണം. ഹ്യൂമൻ ബ്രെയിൻ നന്നായിട്ട് ഉപയോഗിക്കണം, അഡ്വാൻസ്ഡ് ആയിരിക്കണം. നമുക്കതിനുള്ള എല്ലാ സാധ്യതകളുണ്ട്. പക്ഷെ അതിലേക്ക് കൊണ്ടുപോകാത്തതുകൊണ്ട് ഈ 2 മുന്നണികളും കേരളത്തെ പിന്നോട്ട് അടിക്കുമായിരുന്നു. BJP അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നുണ്ടെന്നും വികസനം എന്ന് പറയുന്ന BJP-യുടെ കാഴ്ചപ്പാട് ശരിയാണ് എന്ന് തോന്നിയപ്പോഴാണോ അപ്പോൾ ഈ മാറ്റത്തിനുള്ള പ്രധാന കാരണം? ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് നരേന്ദ്രമോദിജിയെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു അപൂർവ അവസരം കിട്ടിയ ആളാണ്.
2013 പ്രവാസ് ഭാരതീയ സമ്മേളനത്തിൽ 3 days ആണ്. അതിൽ അമേരിക്കയിലെ മലയാളികളുടെ ഇടയിൽ വളരെ പ്രശസ്തമായ ആഴ്ചവട്ടം എന്ന് പറയുന്ന മാധ്യമത്തിൽ വേണ്ടിയിട്ട് ഞാനത് ഇൻ്റർവ്യൂ ചെയ്തു. പ്രീ പ്ലാൻഡൊന്നുമല്ല. അദ്ദേഹം ആ വിജ്ഞാൻ ഭവനിൽ ബിസിനസ് മീറ്റിൽ സംബന്ധിക്കുക. അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. ആഫ്റ്റർ 4 or 5 months അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി അന്ന് ആകുക എന്നുള്ള അറിയാമായിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടുകൂടി മറുപടി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ട്, അങ്ങ് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഡെവലപ്മെൻറ്റ്സാണ് താല്പര്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സംസാരിച്ച് അതേവിടെ തന്നെ പ്രസിദ്ധീകരിച്ചു. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു മോഡി ഗുജറാത്തിൽ കലാപം ഉണ്ടാക്കി, വംശീയ കലാപം ഉണ്ടാക്കി, ഇതാണെന്നൊക്കെ പറഞ്ഞൊരു നെഗറ്റീവ് ഇമേജ് അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ മുമ്പിൽ നരേന്ദ്രമോദി വളരെ പ്ലസൻ്റായിട്ട്, വളരെ എന്താ പറയുക, വളരെ ഒരു നമുക്ക് അട്രാക്റ്റീവായ രീതിയിലാണ് അദ്ദേഹം. പക്ഷേ ഇതേ മോദി ഒരുപാട് തവണ വിമർശിക്കേണ്ടി വന്നിട്ടില്ലേ? അത് കേട്ടോ, അന്നും എനിക്ക് ഇദ്ദേഹത്തിനോട് വിമർശനം, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് മാനസികാവസ്ഥ ഉള്ള ആളാണ്, ഞാൻ US-ലാണ്. പുള്ളി തന്നെ ചിരിച്ചു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു മാധ്യമപ്രവർത്തകൻ ആരെയും ഇൻ്റർവ്യൂ ചെയ്യും. ഞാൻ സ്വിറ്റ്സർലൻഡ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, കനേഡിയൻ ടൂറിസം മിനിസ്റ്റർ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മംഗളം പോലുള്ള പത്രങ്ങൾ പ്രസിദ്ധീകരിച്ച കാര്യങ്ങളാണ്. ഞാനാണ് ബസ് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ കേട്ടിട്ടുണ്ടാക്കി, നിയമസഭയിൽ എൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ മുഴങ്ങിയത്, പ്രതിപക്ഷ നേതാക്കളല്ല. ഇത് നമ്മുടെ മാലിന്യ സംസ്കരണ ഫാക്ടറി സ്വിസ്സിൽ പോയി കണ്ട്, ഞാൻ അതും മംഗളത്തിൻ്റെ സപ്ലിമെൻറ്റ് ഞാൻ എഴുതിയതാണ്, സൺഡേ സപ്ലിമെൻറ്റ്. അവിടെയാണ് നമ്മുടെ ബഹുമാനോട്ട് മുഖ്യമന്ത്രി അതിന് ശേഷം പോയി വിസിറ്റ് ചെയ്തത്. ഒക്കെ ഭയങ്കര വാർത്താ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ ഇതിനൊന്നും ഒരു ഇംപ്ലിമെൻറ്റേഷൻ വന്നില്ല. ഞാനത് ബിസിനസ് അല്ലായിരുന്നു. ഞാൻ സ്വിറ്റ്സർലൻഡ് വേൾഡിലെ നമ്പർ 1 ഓട്ടോ ഷോ കാണാൻ പോയത്, എൻ്റെ ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അവിടെ വെച്ചാണ് ഈ ആദ്യമായിട്ട് വേൾഡിലെ നമ്പർ 1 ഇലക്ട്രിക്കൽ ബസ് ഹെസ് എന്ന് പറയുന്നത്. ഇന്നും അവർ തന്നെയാണ്. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക്കൽ വാഹനം വേൾഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഹെസ്സാണ്. അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രൊഡക്ഷൻ ഏരിയ എന്ന് പറയുന്നത് സൊളാത്തോൺ എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡിലെ ഒരു സ്ഥലത്താണ് ഇതിൻ്റെ മാനുഫാക്ചറിങ്. ആ പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA ഒരു മലയാളിയാണ്, സൂസൻ ഫാൻ സൂരി എന്ന് പറയാം. അവരൊരു സ്വിസ് പൗരനെ മാരേജ് ചെയ്ത് 10-35 വർഷങ്ങൾക്ക് അങ്ങോട്ട് പോയി. 5 തവണയായിട്ട് ഈവൻ ടുഡേ ഷീസ് റെപ്രസെൻറ്റേറ്റിംഗ് ദാറ്റ് പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസി. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അവിടുന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷ കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് എവിടെയും യൂറോപ്പിൽ എവിടെ പോയാലും ഹെസ് എന്ന വണ്ടി കാണാം, ഇലക്ട്രിക്കൽ ബസ്. അത് ഡബിൾ ഡെക്കറുണ്ട്, പിന്നെ അങ്ങനെ പലതുമുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, മാഡത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഇതിൻ്റെ ഫാക്ടറി, മാനുഫാക്ചർ സെൻറ്റർ, അവരോടൊന്ന് ചോദിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സൂസൻ ഇത് കാര്യം പറഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച്, അങ്ങനെയാണ് ഇത് കാണാൻ, ഇവരുടെ ഈ മാനുഫാക്ചർ സെൻറ്റർ കാണാൻ പോയി. എന്നെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസിയും 2014 അധികാരത്തിലേറിയപ്പോൾ തന്നെ ആദ്യത്തെ ഗവൺമെൻറ് പോളിസിയിലൊന്ന് ഇന്ത്യ പരിസ്ഥിതി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇലക്ട്രിക്കൽ വാഹനങ്ങളിലേക്ക് മാറുന്നുള്ള. കേരള ഗവൺമെൻറ് 2014 സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇതെൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ പിറ്റേന്ന് 2 ദിവസത്തെ സന്ദർശനമായിരുന്നു. സെക്കൻഡ് ഡേ ഞാൻ സൂസനോട് പറഞ്ഞു, സൂസൻ ഇത് രണ്ടും നമ്മുടെ ഗവൺമെൻറ് പോളിസിയാണ്, സെൻട്രൽ ഗവൺമെൻറ് അല്ലെ, ലോകം മാറിക്കൊണ്ടിരിക്കുക ഡീസലിന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റും, അവരോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി വേണ്ട, അവർക്ക് ഏഷ്യയൊന്നും താല്പര്യമില്ല, നീ ഒന്ന് ചോദിക്കാൻ പറഞ്ഞു അവരോട്. അപ്പോൾ ഞാൻ അലക്സ് എന്നാണ് ഇതിൻ്റെ ഓണറിൻ്റെ പേര്. അലക്സ് ഞാൻ ഈ കാര്യങ്ങൾ വെച്ചു. പുള്ളി പറഞ്ഞു, സാറേ വി ഡോണ്ട് ലൈക്ക് ഏഷ്യൻ മാർക്കറ്റ്, ഞങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ നിർബന്ധത്തിൽ പുള്ളി മുഖ്യമന്ത്രിക്ക് ഒരു ഇമെയിൽ അയച്ചു. അതിൻ്റെ ഒരു കോപ്പി ഹാർഡ് കോപ്പി ഞാൻ കൊണ്ടുവന്നു. അതേ യാത്രയിൽ തന്നെയാണ് മാലിന്യ സംസ്കരണ ഫാക്ടറി, വേൾഡിലെ നമ്പർ 1. അത് സ്വിറ്റ്സർലൻഡാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഈ മാലിന്യ സംസ്കരണ ഫാക്ടറി. അതെനിക്ക് സ്പെഷ്യൽ പെർമിഷൻ, അത് മുഴുവൻ കാണാൻ പറ്റും. 7-star ഹോട്ടൽ പോലും ഇത്രയും വൃത്തിയില്ല. അതും ജനീവയിലെ ഒരു വലിയ നദിയുടെ തീരത്താണ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്. ഇത് 2 പ്രപ്പോസൽ വെച്ചു. എൻ്റെ റോള് കഴിഞ്ഞു. പിന്നെയെല്ലാം സെൻട്രൽ ഗവൺമെൻറ് ത്രൂവാണ് പോകണ്ടേ, ഒരു 5 ആഴ്ച. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം അതിനെ എതിർത്തു. എന്തിനാണെന്ന് ഇന്നും അറിയത്തില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നിയപ്പോൾ നമുക്കങ്ങ് ഫെട്ടപ്പായി. അന്ന് മുതലേ എൻ്റെ മനസ്സിലുണ്ട് സ്ട്രോങ് ആയ ഒരു ഗവൺമെൻറ് ഇല്ലാത്തതിന് പ്രശ്നമുള്ളത്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും വർഷം എടുത്തു ഇത് തിരിച്ചറിയാൻ? അതൊരു ബിഗ് ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ ശരിയെന്ന് തോന്നുന്ന ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ ശരിയെ നമ്മൾ ശരി എന്നുള്ള അടിയുറച്ച് വിശ്വസിച്ചപ്പോൾ ഇതൊക്കെ മനസ്സിലുണ്ടെങ്കിലും നമ്മൾ കൗമാരപ്രായം പോലും മനസ്സിലേറ്റിയ ഒരു പ്രസ്ഥാനത്തെ പെട്ടെന്ന് ഇറക്കി വിടാൻ തോന്നിയില്ല.
അങ്ങനെ വന്ന് എനിക്ക് കുറേ നാളുകളായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ മാറ്റം ഞാനിപ്പം ഉപേക്ഷിച്ച് വന്ന ആ പാർട്ടിയെ കുറ്റപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൽ ഞാൻ അതിനോടും താല്പര്യമില്ല. കാരണം ഞാൻ പുതിയൊരു പാത സ്വീകരിച്ചു. ഇന്നലെകളെക്കുറിച്ച് ഞാൻ ആലോചിക്കത്തില്ല. ഞാൻ ബി പോസിറ്റീവ് എന്നുള്ള ചിന്താധികാരനാണ്. പക്ഷേ ഇതിൻ്റെ മാറ്റം പൊതുവേ നമ്മുടെ കേരളത്തിലെ രണ്ട് മുന്നണി നമ്മുടെ ജനങ്ങളെ ചതിക്കുകയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരൊറ്റ ചെറുപ്പക്കാരനും എത്ര ഫിനാൻഷ്യൽ ബാഗിനുണ്ടെങ്കിലും കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു 3 വർഷം മുമ്പ് കാനഡയിലെ ടൊറാൻഡോയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവിടെ കണ്ട കുട്ടികളും മുഴുവനും പാർട്ട് ടൈം ജോലി ചെയ്യുന്ന അവർ സ്റ്റുഡൻസാണ്. അവരെല്ലാം വളരെ ഹാപ്പിയാണ്. റിച്ച് വീട്ടിലെ കുട്ടികളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു തിരിച്ചു പോകുമെന്ന് ചോദിച്ചു. നെവർ എന്ന് പറയും. കാരണം അതിനവിടെ മുതലാളി നിന്ന് തൊഴിലാളി എന്നുള്ള വ്യത്യാസമില്ല. കുട്ടികൾ ജോലി ചെയ്യുന്നവർ വളരെ ഹാപ്പിയാണ്. ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഇവിടെ വന്ന് അവർ പറഞ്ഞു ഇവിടെ എന്നാ ഉള്ളത്, ഇവിടെ വന്ന് TV തുറന്നാൽ ഈ കുറ്റം പറിച്ചിലും ബഹളവും. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്കില്ലെന്ന് തോന്നുന്നു. ഇത് എനിക്ക് ഒരുപാട് സ്ഥലത്ത് അനുഭവമുണ്ട്. ഓസ്ട്രേലിയയിൽ പോയപ്പോഴും എല്ലാം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക, ഇന്ത്യയെ ലോകത്തിന് നെറുകിൽ എത്തിക്കാനുള്ള നരേന്ദ്രമോദിജിയുടെ ഗവൺമെൻറ് നടത്തുന്ന ശ്രമങ്ങൾ ഇന്ന് വേൾഡിൽ നിങ്ങൾക്ക് അവിടെ പോയാൽ അറിയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്, ആദ്യം അമേരിക്കയിൽ പോകുമ്പോൾ അവരെന്നോട് ചോദിക്കുന്നത് നിങ്ങൾ പാകിസ്ഥാനിയാണെന്നോ. നമ്മളെ കണ്ട പാകിസ്ഥാൻ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തതിൻ്റെ 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഭയന്നാണ് ജീവിക്കുന്നത്. അല്ല ഇന്ത്യ എന്നാന്ന് പറയും. ഇന്ത്യ എന്നാന്ന് പറയുമ്പോൾ അവർക്ക് അറിയാവുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് മദർ തെരേസ, ദെൻ ഗാന്ധിജി. ഇതല്ലാണ്ട് ഇന്ത്യയെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ല. ഇന്ത്യ ഒരു പൂവർ കൺട്രിയാണ് എന്നാണ് അവരുടെ ധാരണ. പക്ഷേ അതിനുശേഷം ഇന്ന് ഈ രാജ്യം ഒരു ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ US പോലും എന്ത് പ്രൗഡാണെന്നറിയോ. അത് മോദിജിയുടെ ഒരൊറ്റയുടെ ഇതാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാരനൊരു അന്തസ്സ് ഉണ്ടാക്കി കൊടുത്തത് നരേന്ദ്രമോദിയാണ്. ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു. 31 വർഷം സൗദിയിൽ ജോലി ചെയ്ത് $6000 റിയാൽ വെച്ച് ഒരു മാസം അറബിക്ക് അയാളുടെ ഷെയർ കൊടുത്ത് അയാൾ ബിസിനസ് ചെയ്തത്. അയാൾ പറയുകയാണ് ഞങ്ങളൊക്കെ സൗദിയിൽ ഇപ്പോൾ ഒരു ഇന്ത്യക്കാരെന്നുള്ള അഭിമാനവും അന്തസ്സും കിട്ടിയത് മോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിനു ശേഷം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു വലിയ ഇൻഡസ്ട്രി അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ രാജ്യത്തിനെ ലോകത്തിന് നെറുകയിൽ എന്താ പറയുക, വൺ ഓഫ് ദി ലീഡിങ് കൺട്രീസായിട്ട് മാറ്റി. ഇപ്പോൾ 4ാമത്തെ ഫിനാൻഷ്യൽ ബാങ്കിനുണ്ടല്ലോ, സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യയെ മാറ്റി. ഇതൊന്നും കാണാതെ കണ്ട് നമ്മൾ ഈ പഴയ രീതിയിൽ മുമ്പോട്ട് പോകുന്നത് ശരിയില്ലെന്ന് തോന്നി. ഇപ്പോൾ എനിക്കിതിനു മുമ്പും പല ഇടത്തൊന്നും പ്രഷറൊക്കെ വന്നു. പ്രഷറെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. കഠിനമായ രീതിയിൽ എൻ്റെ നാവും ശബ്ദവും ഒരു പരിധിവരെ എൻ്റെ കൗമാരവും മറ്റെല്ലാം ഞാനിതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചു. എനിക്കതിൽ കുറ്റമൊന്നുമില്ല കേട്ടോ. ഞാനും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. മാറ്റം ആവശ്യം തോന്നി. നാളുകളിലെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ കേരളം വികസിത കേരളമായിരിക്കണം. റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. അവരവിടെ പോയി സെറ്റിൽ ചെയ്യും. അപ്പോൾ വികസിത കേരളം എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം മുഴക്കി കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനോടൊപ്പം ചേർന്ന് ആ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് കേരളം മാറണമെങ്കിൽ ചേഞ്ച് വന്നേ പറ്റൂ. ആ ഒരു റിയലൈസേഷനാണ് വ്യക്തമായിട്ടും രാഷ്ട്രീയ ചിന്തകൾക്ക് ഉപരിയായിട്ട് എന്നെ ഇതിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ചേട്ടൻ്റെ മാറ്റം തന്നെയാണ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ഇപ്പോൾ നമുക്കറിയാം ജയശങ്കർ സാർ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതോ അനിൽ ആന്റണി BJPയിൽ ജോയിൻ ചെയ്തതോ ഒന്നും അദ്ദേഹത്തെ ഞെട്ടിച്ചില്ല. പക്ഷേ റെജി ലൂക്കോസ് BJPയിൽ ചേർന്നു എന്ന് പറഞ്ഞപ്പോൾ 1/2 സെക്കൻഡ് ഞാൻ ഞെട്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം ആളുകളിലേക്ക് വലിയൊരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് BJPയിൽ റെജി ലൂക്കോസ് ചേർന്നതും. പെട്ടെന്നുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയാണ് റെജി ലൂക്കോസ് BJPയിലേക്ക് എത്തുന്നത്. എന്താണ് അതിന് പിന്നിൽ? എന്തുകൊണ്ടാണ് ഒരു സഡൻ ചേഞ്ച്? എന്താണ് സത്യത്തിൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് സഡൻ ചേഞ്ച് അല്ല എന്നുള്ളൊരു വിശദീകരണം. പക്ഷേ അനൗൺസ് ചെയ്ത് സർപ്രൈസായിട്ടാണ്. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ലോകത്തിലെ ഏത് സമൂഹത്തേക്കാളും എൻ്റയർലി ഡിഫറൻ്റാണ് മലയാളിയുടെ മൈൻഡ് സെറ്റ്. നമുക്കത് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ പറയാം. മലയാളിക്ക് ഒരു പ്രത്യേക മൈൻഡ് സെറ്റ് ഉണ്ട്. മലയാളികാരുടെ കാര്യം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ലോകത്തിൽ എവിടെ സഞ്ചരിച്ച് നമ്മൾ പോയാലും മലയാളി എന്തിലൊന്ന് വിശ്വസിച്ചിരുന്നു അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. അവർക്ക് സ്ട്രൈക്ക് വന്നാൽ അവർ ഇപ്പം നമ്മുടെ പെഹൽഗാം ഭീകരാക്രമണം നമ്മുടെ 26 ഇന്ത്യക്കാരെയാണ് കൊന്നൊടുക്കിയത്. ആ ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയപ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് ഈ ഗവൺമെൻറ് അല്ലായിരുന്നെങ്കിൽ ഐ ആം ഷുവർ അബൌട്ട് ദാറ്റ് അതിന് മറുപടി കൊടുക്കുകയായിരുന്നു. മറുപടി കൊടുക്കാൻ ഭാരതം തുടങ്ങിയിട്ട് 11 വർഷമാകുന്നേ ഉള്ളൂ. 11 വർഷമാകത്തുള്ളൂ. കാരണം കാശ്മീർ വിശാലമായിട്ട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ.
എൻ്റെ കാശ്മീർ യാത്ര 2008 ഞാൻ നടത്തിയ യാത്ര, അന്നൊന്നും അധികം ആളുകൾ പോകത്തില്ല, ടെൻഷനുള്ള സമയമാണ്. കാശ്മീർ മുഴുവൻ ഞാൻ യാത്ര ചെയ്തു. എൻ്റെ ഫ്രണ്ടും വേറൊരാളും കൂടി, അവിടെ പരിചയമുള്ള ഒരാളും കൂടി. അന്ന് കാശ്മീരിൽ പോയപ്പോൾ എനിക്ക് ആ കാശ്മീരിനെ കുറിച്ച് ഞാൻ ദീപിക പത്രത്തിൻ്റെ 2 ഫുൾ പേജ് ഞാൻ എഴുതിയത്. അന്ന് ഞാൻ കണ്ട കാശ്മീരും ഈ കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് ഞാൻ പോയ കാശ്മീരും തമ്മിൽ എൻ്റെ ഡിഫറൻസ്. ഇന്ന് വളരെ ഫ്രീ ആയിട്ട് പോകാം, സുരക്ഷിതമായിട്ട് പോകാം. നമുക്ക് ഈ ഒരു പെഹൽഗാം മാറ്റിവെച്ചാൽ അതിന് കൊടുത്ത മറുപടി സർജിക്കൽ സ്ട്രൈക്കായിരുന്നു. ഇന്ത്യക്കാരൻ്റെ രക്തം, അതായത് ഒരു 10-40 വർഷങ്ങൾക്കുള്ളിൽ, അല്ല കാർഗിൽ യുദ്ധത്തിന് ശേഷം ജനിച്ചവർക്കോ അല്ലെങ്കിൽ എറൗണ്ട് ആ സമയത്തൊക്കെ ഇന്ത്യയിൽ ജനിച്ചവർക്ക് യുദ്ധം എന്നാണെന്നറിയത്തില്ല. അടിക്ക് തിരിച്ചടി കൊടുക്കുന്നതന്നെ. അതുപോലെ തന്നെ നമ്മുടെ പുൽവാമയ്ക്ക് പിന്നെ സർജിക്കൽ സ്ട്രൈക്ക് കൊടുത്തത്, പക്ഷേ അത് യുദ്ധത്തിലേക്ക് പോയില്ല. അന്ന് നമുക്ക് ഒരു കാര്യം ഒന്നുകൂടെ ഉറപ്പിച്ചു, ഈ രാജ്യം ഏതൊരു വിദേശശക്തിയെ നേരിടാനുള്ള ചങ്കൂറ്റുണ്ട്. അന്ന് ഇന്ത്യക്കാരൻ ഒന്നിച്ചു നിന്ന്, നമ്മളറിയാമല്ലോ, 2 ദിവസം നമ്മുടെ രക്തം തിളച്ചു. ഇവിടുന്ന് അവിടെ പോയി അവർക്ക് അടി കൊടുക്കണമെന്നുള്ള ഫീലിങ്സ് തോന്നി. എന്തുകൊണ്ടാണ്? നമ്മൾ അത്രയധികം രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട്. ഞാനൊരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഈ കഴിഞ്ഞ 10-13 വർഷത്തെ ചാനൽ ഡിബേറ്റിൽ രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ എന്നും ഈ രാജ്യത്തോടൊപ്പം സംസാരിച്ചിട്ടുണ്ട്. ഈ ലോകത്തോടൊപ്പം ഞാൻ ഇന്ത്യക്കാരെന്നുള്ള അഭിമാനം എനിക്കുണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. ആത്യന്തികമായിട്ട് നമ്മൾ ഇന്ത്യക്കാരനാണ്. നമുക്കൊരു വിദേശിയാകാൻ പറ്റത്തില്ല. നമ്മളെവിടെ പോയി ജീവിച്ചാലും ഈ രാജ്യം പകർന്നു വരുന്ന ഒരു പരസ്പര സ്നേഹം, നാനാത്വത്തിൽ ഏകത്വം, അത് ഈ ലോകത്തിലൊരു സ്ഥലത്തുമില്ല. ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ കണ്ടറിഞ്ഞവൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്ഭുത രാജ്യമാണ്. ലോകത്തിന് പലതും സംഭാവന ചെയ്തിട്ടുണ്ട്. രാജ്യം പലതും സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും വൈഡായിട്ട് ഇന്ത്യ യാത്ര ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മളെപ്പോലുള്ളവർക്ക് ആ റിയലൈസേഷൻ വന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന പോലെ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ലാസ്റ്റ് ആ BJPക്ക് മാറുക എന്നുള്ളത് ഞാൻ തീരുമാനമെടുത്തു. എൻ്റെ ചിന്തകൾ ഇങ്ങനെ വന്നത് അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ പ്രവർത്തിച്ച പാർട്ടിയോട് എനിക്ക് ദേഷ്യമോ എനിക്ക് അംഗീകാരം തന്നില്ലെന്നുള്ള ഒരു പരിഭവം തന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ രാഷ്ട്രീയം കൊണ്ട് ജീവിച്ച ഒരാളല്ല. ഞാൻ എൻ്റെ ബിസിനസ്സും എൻ്റേതായ ജീവിതമാർഗ്ഗങ്ങളിലൂടെ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊരു സർജിക്കൽ സ്ട്രൈക്കായിട്ട് മാറിയെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മലയാളിയെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സ്ട്രൈക്ക് വേണം. അതിനാൽ ഞാൻ ഈ പാകിസ്ഥാനുമായിട്ടുള്ള ആ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആ പത്രസമ്മേളനവും തന്നെയല്ല, BJP എനിക്ക് തന്ന വെൽക്കം, അവരെല്ലാവരും എനിക്ക് തന്ന സ്നേഹം, അത് നിസ്സാരമല്ല. BJPയിലേക്ക് വന്നതിൽ വേണ്ടായിരുന്നു എന്ന്, അല്ലെങ്കിൽ തെറ്റായി പോയോ എന്ന് തോന്നും എന്നുള്ളൊരു പേടിയുണ്ടോ? അങ്ങനൊരു പേടിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ നിഴൽ എന്നിൽ അവസാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു. ഞാൻ 100% റിയലൈസ് ചെയ്ത് ഞാൻ എൻ്റെ മനസ്സിൽ കുറേ നാളുകളായിട്ട് എൻ്റെ കാഴ്ചകളും എൻ്റെ വായനകളിലൂടെയൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയ സത്യസന്ധമായിട്ടുള്ള ഒരു അടുപ്പമാണ് ഞാൻ എന്നെ BJPയിൽ അടുപ്പിച്ചത്. ആരും പ്രേരിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് പറയാം. പലരും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് സ്വാഭാവികമാണ്. ഇങ്ങോട്ട് വന്നേ പറ്റൂ, നോ, അങ്ങനെ വന്നാൽ ഞാൻ പോകുന്ന ആളല്ല. വശീകരിച്ചു കൊണ്ടുവന്നതല്ല. നോ നോ എന്നെ പറ, അത് എന്നെ അത്യാവശ്യം അറിയാവുന്ന ആൾക്കാർ അറിയാം. അങ്ങനെയൊന്നുമില്ല. നമ്മളാണ് നമ്മളെക്കുറിച്ച് ആദ്യം ചിന്തിക്കേണ്ടത്, ശരിയോ തെറ്റോ. പക്ഷേ ഞാൻ ചോദിച്ചൊന്നുണ്ട് പറയണം. എൻ്റെ വൈഫിനോട് ഞാൻ ചോദിച്ചു, എൻ്റെ മക്കളുടെ അഭിപ്രായം ഞാൻ നേരിട്ട് ചോദിച്ചു, എൻ്റെ ഭാര്യയെ കണ്ട് ചോദിച്ചു, എൻ്റെ സഹോദരങ്ങൾ അതിന് ശേഷം സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ല, അവരെല്ലാം ഇതിനകത്ത് മാറി നീ എത്രയും പെട്ടെന്ന് മെമ്പർഷിപ്പ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നമുക്ക് അവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്നതാണ്. അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്താ? വിദേശത്തുള്ള മലയാളി ഈ രാജ്യത്തിൻ്റെ സമ്പന്നത, ഈ രാജ്യത്തിൻ്റെ നന്മയെക്കുറിച്ചും അവർ ബോധവാന്മാരാണ്. കേരള ബോധവാന്മാരാകാനായിട്ട് വൈകി എന്നുള്ളതാണ്. ആ വൈകൽ മാറി എന്നുള്ളതാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. ഒരു 60-65% ആൾക്കാർ മാറി, മറ്റതെല്ലാം പതിയെ മാറിക്കോളും. തീർച്ചയായിട്ടും അവരെ മാറ്റാൻ റെജി ലൂക്കോസിനും സാധിക്കട്ടെ. അല്ലെങ്കിൽ അങ്ങയുടെ വരവ് ഒരുപാട് പേർക്ക് ഒരുപക്ഷെ അത് ചിലർക്ക് സംശയങ്ങൾ മാറിയിട്ടുണ്ടാകാം. ഇപ്പം ഞാനൊറ്റയാളെന്ന് ചോദിച്ചാൽ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. അത് BJPയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടലാണ് മാറ്റുന്നത്. ആ ഇടപെടലിലാണല്ലോ ഞാൻ മാറിയത്. അത് ഞാൻ മാറാൻ കാരണം അതാണല്ലോ. ആ മാറ്റം മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാം, അങ്ങനെ മാറട്ടെ, മാറുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എന്തായാലും പുതിയ തലമുറ ഉറപ്പായിട്ടും കേരളത്തിലെ മാറ്റത്തിലേക്ക് കൊണ്ടുപോകും. എനിക്ക് വന്ന മെസ്സേജുകളിൽ ഭൂരിപക്ഷം ഒരു 30-35 വയസ്സിന് താഴെയുള്ളവരാണ്. എന്നെ എത്ര പേര് വിളിച്ചെന്നറിയോ? 2 ലയൺസ് ക്ലബ്ബിലെ മെമ്പേഴ്സ് മധ്യ തിരുവിതാംകൂറിലെ അവർ ഫോൺ കൈമാറി കൊടുത്തു, സാറേ വെക്കരുതെന്ന് പറഞ്ഞു. അവരെല്ലാവരും പറഞ്ഞു റൈറ്റ് ഡിസിഷൻ ഇൻ ദ റൈറ്റ് എന്ന് പറഞ്ഞു. ഞാൻ മനോരമയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിനെ കുറിച്ച് അവരെല്ലാം എക്സലൻറ്റ് ഇൻ്റർവ്യൂ, ഞാനും സ്പോണ്ടേനിയസാണ് പറഞ്ഞതാണ്. പറയാൻ കാരണം എന്താ,
അത് അവർ കറക്റ്റാണെന്ന് അവർക്ക് തോന്നിയുണ്ടല്ലേ. ഇതിലെൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്. ഒരു സ്ഥാനമാനങ്ങളും ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു ഡിമാൻഡ് വെച്ച് പോകുന്നതിന് അവസരം തേടി പോകുന്ന ആളാണ് ഞാൻ, ആശയം തേടി വന്ന ആളാണ്. ഒരു ഡിമാൻഡ് ഞാൻ തന്നില്ല. പക്ഷേ ഈ 2-3 ദിവസം കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന എല്ലാ ആദരവും അംഗീകാരങ്ങളും ശ്രേയവും അവരെനിക്ക് തന്നു കഴിഞ്ഞു. കോട്ടയം ജില്ലയിൽ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി വന്നാണ് എന്നെ ആദരിച്ചത്. എൻ്റെ നാട്ടുകാരനാണ്, എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ്. അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണം എൻ്റെ നാട്ടുകാരനാണ് ജോർജ് കുര്യൻ സാറ്, എൻ്റെയൊക്കെ സീനിയറാണ്. അതൊക്കെയല്ലേ നമ്മളിതുവരെ ജീവിച്ചതിനുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ കുറേ ആൾക്കാർ ട്രോളും, അത് സ്വാഭാവികം, അത് വരണമല്ലോ. അല്ലാണ്ട് ഞാൻ മഹാത്മാഗാന്ധി കുറ്റം പറഞ്ഞിട്ടുള്ളവരില്ലേ. അപ്പോൾ നെൽസൺ മണ്ടയെ കുറിച്ച് നെൽസൺ മണ്ടയുടെ ജീവിതത്തിന് 2ാം പതിപ്പിലാന്ന് തോന്നുന്നു. വായിച്ചു നോക്കി നമ്മൾ ഞെട്ടിപ്പോവും. 26 വർഷം ജയിലിൽ കിടന്ന മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്. സമൂഹ മാധ്യമങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന പരാമർശം റെജി ലൂക്കോസിനെ ന്യായീകരിച്ച് മടുത്തിട്ടാണ് റെജി ലൂക്കോസ് BJPയിലേക്ക് എത്തിയത് എന്നാണ്. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. ന്യായീകരിച്ച് നമ്മുടെ മനസാക്ഷിക്ക് പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള ന്യായീകരിച്ചതിൽ നമുക്കൊരു കുറ്റബോധം ഉണ്ടാകാം. മേ ബി അത് ഉണ്ടാകാമായിരിക്കും. ബഹുമാനപ്പെട്ട ജയശങ്കർ സാർ പറഞ്ഞിരിക്കുന്നതന്നെ കള്ളം പറഞ്ഞും മടുത്തത് കൊണ്ടാണ് റെജി പോയെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ കാര്യമായിട്ട് ആക്രമിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിനൊക്കെ അറിയാം. ഞങ്ങളൊക്കെ ആദ്യകാലം മുതലേ ഈ ചാനൽ ഡിബേറ്റിൽ വരുന്നയാളാണ്. പിന്നെ ചാനൽ ചർച്ചകൾ ഞാൻ പരമാവധി മിതത്വം പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രകോപനപരമായ കാര്യം വരുമ്പോൾ നമ്മൾ വരും. പക്ഷേ വാക്കുകൾ ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ എന്നും വളരെ എൻ്റേതായ ഇതിൽ. പിന്നെ ചില ചർച്ചകളിൽ നിന്നൊക്കെ നമ്മൾ ബോയ്ക്കോട്ട് പോയി പോകും. കാരണം എന്താ അറിയുമോ, അത് ആ ആങ്കറോടുള്ള ദേഷ്യം കൊണ്ടൊന്നും മാത്രമൊന്നുമല്ല. ഞാൻ മാത്രമല്ലല്ലോ പ്രതികരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്തിനാണ് അത് കേട്ടോണ്ടിരുന്നതൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അതിലൊന്നും എനിക്ക് ഭയമില്ല. പക്ഷെ ചില സമയം വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. അല്ലാതെ കൊണ്ട് ഈ ആങ്കർ ചെയ്യുന്ന ആളിനോട് അന്നും ഇന്നും ഹൃദയബന്ധമുണ്ട്. ഇപ്പം നമ്മൾ ജനം ടിവിയുടെ ചർച്ചകൾ എടുക്കുകയാണെങ്കിൽ തന്നെ ചേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ശ്യാമേട്ടന്റെ ചർച്ചയിൽ നിന്ന് ഒരിക്കലും ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. ശ്യാമേട്ടൻ എന്നോട് പറഞ്ഞാൽ ചേട്ടൻ വരുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ അവിടെ വ്യക്തിബന്ധങ്ങളല്ലല്ലോ. ഒരിക്കലും അത് വ്യക്തിബന്ധമല്ല. നമ്മൾ അങ്ങനെ കരുതരുത്. ശ്യാമിനെ പിന്നെ ഞാൻ വിളിക്കും, ശ്യാമ അടുത്ത ദിവസം വന്നാൽ ഞാനിരിക്കും. അത് ആ സന്ദർഭം എന്നെ അതിന് നിർബന്ധിതനാക്കിയതാണ്. ഒരു പക്ഷേ അത്തരം ചർച്ചയ്ക്ക് റേറ്റിംഗും കൂടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരിക്കലും പോലും ജനം ടിവിയെ ഞാൻ ബോയ്ക്കോട്ട് ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് സമയമുണ്ടെങ്കിൽ അഭേദായി വിളിച്ചാൽ ഞാൻ വന്നിരിക്കും. ഞാൻ അന്നും ഒരു ഡിസ്ക്രിമിനേഷൻ കാണിച്ചിട്ടില്ല. അല്ലേ, എന്നെ മെയിൻ ചാനലുകളാണ് കൂടുതലും വിളിക്കുന്നത്. എന്നാൽ മെയിൻ ചാനൽ എന്നെ വിളിക്കുന്നുണ്ട് എന്നുള്ള ധാരണ ജനം അത്രയും ഇല്ലയെന്നും ഉള്ള ഒരു മാനസികാവസ്ഥയിൽ ഞാനങ്ങനെ ചിന്തിക്കാറില്ല. കാരണം അത് ശരിയല്ലല്ലോ. രണ്ടാമത് ജനം ടി വി തുടങ്ങിയ കാലത്തൊക്കെ എൻ്റെയൊക്കെ തുടക്കകാലത്തിന് തൊട്ട് ആ കാലത്താണ് വരുന്നത്. അന്ന് മുതലൊക്കെ എനിക്ക് ആദ്യ അവസരങ്ങൾ തന്ന ചില ചാനലുകളിൽ ഒന്ന് ജനം ടി വി തന്നെയാണ്. അതിനുശേഷമല്ലേ മറ്റ് ചാനലുകളൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ അഭിപ്രായം ഇന്ന ചാനലിൽ വന്നിരുന്നവർ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഏത് ചാനലിരുന്ന് പറഞ്ഞാലും അത് സോഷ്യൽ മീഡിയയിലൂടെ ആർക്കും കാണാം, പ്രത്യേകിച്ച് യൂട്യൂബിലൂടെ. അപ്പം എനിക്കങ്ങനത്തെ ഞാൻ എത്രയോ റിപ്പോർട്ടറും 24 വിളിച്ച ചാനലുകൾ പോലും ജനം ആദ്യം വിളിച്ച് വാക്ക് പറഞ്ഞതിൻ്റെ പേര് ഞാൻ മരത്തിൽ വരെ കമ്മ്യൂണിറ്റായെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അത് നമ്മളുടെ ഒരു എന്താ പറയുക, നമുക്ക് നമ്മളൊരു സംവാദത്തിന് വാക്ക് കൊടുക്കുമ്പോൾ ഞാനങ്ങ് പോയി കഴിഞ്ഞ് പെട്ടെന്ന് ഒരാളെ കിട്ടിയില്ലെങ്കിൽ ആ ഡിബേറ്റ് തന്നെ ഫെയിലിയറായിപ്പോകും. എനിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നേരത്തെ വിളിക്കും. എമർജൻസി എന്നുള്ള കാര്യമുണ്ട്, അഭേദാപേക്ഷ ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെ പറയാറുള്ളൂ. ചോദിക്കോളൂ അദ്ദേഹത്തിനോട്. അതായത് ശരി. അന്നൊക്കെ ഞാൻ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയോട് അടുത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു. ഞാനൊരിക്കലും എൻ്റെ സംവാദങ്ങളിൽ ഞാൻ പോരുന്നതിൻ്റെ തലേദിവസം വരെ ആ പാർട്ടിക്ക് അനീതിപരമായ ഒരു വാക്ക് പറയാതെ ഇനി മതിയെന്ന് പറഞ്ഞിറങ്ങുന്ന ഒരാളാണ്.